അസ്സലാമു അലൈക്കും. ഞങ്ങൾ പിന്നെ ജോലിക്ക് പോവാട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് ജോലിക്ക്. പിന്നെ എന്താ പറയുക, ഞാനെന്താ അപ്ഡേറ്റും കാര്യങ്ങളും പറയാത്തത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്താട്ടോ. ഞങ്ങൾ സ്ഥലം കാണാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സ്ഥലം കാണാൻ പോയ ആൾക്കാർ പിന്നെ നമ്മളെ വിളിച്ചിട്ടോ ഇതിനെ കാര്യങ്ങൾ സംസാരിച്ചിട്ടോ ഇല്ല. സ്ഥലം കണ്ട് പോകുന്നതിന് ശേഷം പിന്നെ യാതൊരു കോണ്ടാക്റ്റും അവർ ചെയ്തിട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു വിവരവും തന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ ഒരു ബിസിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തരൂലെന്നും പറഞ്ഞില്ല, തരുമെന്നും പറഞ്ഞില്ല. പിന്നെ ഓരോ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റൂലല്ലോ. അവർ തരാമെന്ന് പറഞ്ഞാൽ ആ മനസ്സ് തന്നെ ഏറ്റവും വലുതാണ്. നമുക്ക് തന്നില്ലെങ്കിലും വേണ്ടിയില്ല, നമുക്ക് തരാമെന്ന് അവർക്ക് തോന്നിയ ആ മനസ്സുണ്ടല്ലോ, അതുതന്നെ വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഒരു വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അപ്ഡേറ്റ് പറഞ്ഞുതരാം. അവർ തരൂലെന്നോ തരുമെന്നും പറഞ്ഞില്ലാത്തതിനോട് എനിക്കൊന്നും പറയാനറിയില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ജോലിക്ക് പോയിട്ട് വരാം. ഭയങ്കര ക്ഷീണം, കുറച്ച് ദിവസമായില്ലേ. ഇപ്പോൾ ഇന്നലെ ആ ഒരു ലോങ് യാത്ര മെനയാന്നാണ് ഞാൻ പോയത്. ആ ലോങ് യാത്ര പോയി വന്നതന്നെ ക്ഷീണമായി, കാലുമലൊക്കെ നീരായി. എൻ്റെ അസുഖം അറിയാലോ, ഈ കിഡ്നി അസുഖമായതുകൊണ്ട്. ഇതാ അപ്പോൾ എൻ്റെ മോള് പറയാൻ എനിക്ക് വരാനാവില്ല. അനിയത്തി ജോലിക്ക് പോകണതാണ്. അപ്പോൾ ഓക്ക് പോകുമ്പോൾ മക്കളെ നോക്കാൻ അവിടെ കഴിയൂല. ഞാൻ പോവുകയാണ്. ഏതായാലും ജോലിക്ക് പോട്ടെ. എന്തെല്ലാം ആയാലും നമ്മൾ എത്ര ക്ഷീണിതയായാലും നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നേ വേണ്ടേ. അപ്പം